ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ കുറച്ചൊന്ന് താമസിച്ചു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ വരുന്നത് നമ്മൾ നോർമൽ ബുക്ക് പൊതിയുന്ന ഒരു ബ്രൗൺ പേപ്പറാണ്. അത് ഞാൻ 2 മേടിച്ചു. കാരണം നമുക്ക് ബുക്കൊക്കെ പൊതിയാൻ എന്തായാലും ഒത്തിരി വേണ്ടേ വരും. അതുകൊണ്ട് തന്നെ ഞാൻ 2 മേടിച്ചു. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ പേപ്പർ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നോർമൽ ബ്രൗൺ പേപ്പറാണ്. അപ്പം നമുക്ക് ഫസ്റ്റിലത്തേന്ന് പറയുന്ന ബ്രൗൺ പേപ്പറാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെൻടോണിക്കിൻ്റെ ഞാൻ കുറച്ച് പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും ബ്ലൂവും കളറിലായിരുന്നു മേടിച്ചത്. ഇത് ബ്ലാക്കും ഇത് ബ്ലൂവും. നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ. എനിക്ക് ഈ പെൻടോണിക്കിൻ്റെ പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു പേനയാണെന്ന് പറയുള്ളൂ. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് തന്നപ്പോഴാണ്. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൻടോണിക്കിൻ്റെ പേന നല്ല അടിപൊളിയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്കും ഒരു ബ്ലൂവും മേടിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെയും ടീച്ചേഴ്സ് പറയുന്ന പോലെ നമുക്ക് വേണമല്ലോ പേന. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലൂവും മേടിച്ചു. പിന്നെ വരുന്നത് നമ്മുടെ ഒരു കങ്കാരുയുടെ ഒരു സ്റ്റാപ്ലർ പിന്നാണ് വരുന്നത്. ദേ കണ്ടോ, കങ്കാരുവിൻ്റെ ഒരു സ്റ്റാപ്ലർ പിന്നുണ്ട്. നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റാപ്ലർ പിന്നാണ്. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന നമ്മുടെ ഷാർപ്നറാണ്. കാപ്പിബാറയുടെ ഒരു ഷാർപ്നർ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷോർട്സിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് മേടിച്ച ഒരു പ്രൊഡക്റ്റ്സ് ആയിരുന്നു. അന്നേരം അത് ഞാൻ ഈ ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 2 ഗ്ലൂ ആണ്. ഒരു ഗ്ലൂ സ്റ്റിക്കും ഒരു ഫെവിക്കോളും. രണ്ടും കാരണം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് ഈ ഗ്ലൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഗ്ലൂ ആണ്. കണ്ടോ, ഞാൻ കാണിക്കാം, തുറന്ന് കാണിക്കാതെ. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഗ്ലൂ ഇരിക്കുന്നത്. ഈ ലിപ്സ്റ്റിക്കൊക്കെ പോലെയാണ്, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഞാൻ ഒരു സംഭവം കാണിക്കാൻ മറന്നുപോയി. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഈ ബാഗ് എന്ന് പറയുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. നമ്മുടെ ഷോർട്സിൽ നമ്മളിത് പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ബാഗാണ്. നല്ല അടിപൊളി ബാഗാണ്. അതുപോലെ തന്നെ ശരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ബാഗിന്. അതുകൊണ്ട് തന്നെ എനിക്കിത് ശരിക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു ബാഗ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് മേടിച്ചത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കളർ സെലക്ട് ചെയ്താണ് മേടിച്ചത്. പിന്നെ വരുന്ന നമ്മുടെ ഈ അപ്സരയുടെ ഒരു നോർമൽ പെൻസിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊരു ഇറേസറും ഷാർപ്നറും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു അപ്സരയുടെ ഒരു പെൻസിലുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഇതില്ല. നല്ല ഡാർക്കായിട്ടുള്ളൊരു പെൻസിലാണ്. മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത സാധനം നോക്കാം. പിന്നെ അടുത്തതും കുറച്ച് 2 പെന്നും ഒരു ഇറേസറുമാണ്. ഈ ഒരു ഇറേസറും ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കാര്യമില്ല. കാപ്പിബാറയുടെ ഒരു പെന്നും ഒരു ബ്ലൂ കളർ നോർമൽ പെന്നും പിന്നൊരു ബ്ലൂ കളറിൽ പുറത്താണ്, ഉള്ളിൽ ബ്ലാക്കാണ്. അപ്പോൾ പിന്നൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാൻഡ്രിയ തീമിലുള്ള ഒരു ഇറേസറുമുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം നമ്മൾ സ്കൂളിൽ പോവായതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും കാണുമല്ലോ. ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ സ്കൂളാണെങ്കിൽ അതിനെക്കാട്ടും സന്തോഷമായിരിക്കും. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരത്തേക്കും എല്ലാവർക്കും ബൈ.